നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റബ്ബർ മരത്തിൻ്റെ ഇല കൊഴിയുന്നു, റബ്ബറിൻ്റെ പാൽ ഉൽപ്പാദനം വർദ്ധിക്കുന്നു. നമുക്ക് സാധാരണയായി ഒരു റബ്ബർ മരത്തിൽ നിന്ന് പാല് കൂടുതലായിട്ട് കിട്ടുന്ന സമയം എന്ന് പറയുന്നത് ജൂൺ മാസം മുതലുള്ള സമയമാണ്. പിന്നീട് നമുക്ക് പാല് കിട്ടുന്നത് നമ്മുടെ ഈ റബ്ബർ മരത്തിൻ്റെ ഇല കൊഴിയുന്ന സമയത്താണ്. അതായത് ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസത്തിലായിരിക്കും പിന്നീട് ഏറ്റവും കൂടുതൽ പാല് കിട്ടുന്നത്. അപ്പോൾ ജൂൺ, ജൂലൈ മാസങ്ങളിലും നമുക്ക് പാല് കൂടുതൽ കിട്ടാറുണ്ട്. അപ്പോൾ മഴ കൂടുതലാണ്, അപ്പോഴും ഇല കൊഴിയാറുണ്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇല കൊഴിയുന്ന സമയത്താണ് നമുക്ക് പാല് റബ്ബർ മരത്തിൽ നിന്ന് കൂടുതലായിട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ വേനൽക്കാലമായി റബ്ബർ മരത്തിൻ്റെ ഇലയെല്ലാം കൊഴിഞ്ഞ് റബ്ബർ മരത്തിൻ്റെ ഇല തളുത്ത് വരുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ഇല നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഈ തടിയിലുള്ള പാല് റബ്ബർ മരം മുകളിലോട്ട് വലിച്ചെടുക്കുകയും അപ്പോൾ നമുക്ക് താഴോട്ട് പാല് കിട്ടാത്ത ഒരവസ്ഥയിലോട്ടായിരുന്നു കാര്യങ്ങൾ. നമുക്ക് ഈ വർഷം മഴ കൂടുതലായതുകൊണ്ട് ജൂൺ മാസം മുതലേ ഈ റബ്ബറിൻ്റെ ഇല കൊഴിഞ്ഞു പോയിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. പിന്നീട് മഴ ശക്തമായതുകൊണ്ട് നവംബറൊക്കെ ആയപ്പോഴത്തേക്ക് പകുതി മുക്കാലും ഇല മരത്തേലില്ലായിരുന്നു. പിന്നെ അതിനുശേഷം കുറച്ച് ഇലയുള്ളായിരുന്നു, അത് കൊഴിഞ്ഞു പോയി. നേരത്തെ തന്നെ റബ്ബർ മരത്തേൽ ഇല വന്നതായിരുന്നു. ഇലയെല്ലാം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറിയൊരു മഴച്ചാറ്റലുണ്ടായി. അപ്പോൾ അണുബാധ ഉണ്ടായി. ഇല കൊഴിഞ്ഞു പോയതിന് അണുബാധ മാത്രമല്ല കാരണം, ചെറിയ മഴത്തുള്ളികൾ ഇലയിൽ പറ്റി പിറ്റേന്ന് സൂര്യപ്രകാശം അടിച്ച സമയത്ത് അങ്ങനെ ഇല പൊള്ളിപ്പോയി കൊഴിഞ്ഞു പോയതുമാകാം. എന്തു തന്നെയായാലും നമ്മുടെ റബ്ബർ മരത്തിൽ വന്നിരിക്കുന്ന തളിരിലകൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് റബ്ബറിലുള്ള പാല് വീണ്ടും നമുക്ക് പട്ടയിലോട്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ പോലെ പാൽ ഉൽപ്പാദനം ഇപ്പോൾ കൂടുതലായിരിക്കും. ഇപ്പോൾ റബ്ബർ മരത്തിൽ നിന്ന് റബ്ബർ ഇല കൊഴിഞ്ഞു പോയില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് ടാപ്പിംഗ് നിർത്തേണ്ട ഒരു സമയം തന്നെ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ടാപ്പിംഗ് നിർത്തും, പിന്നെ ഇല മുറ്റും, പിന്നെ മഴ പെയ്യുമ്പോൾ നമ്മൾ വീണ്ടും ടാപ്പിംഗ് ആരംഭിക്കും. അങ്ങനെയായിരുന്നു പണ്ട് കാലങ്ങളിൽ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷവും അതിൻ്റെ അങ്ങേ വർഷമൊക്കെ ആണെങ്കിൽ മഴ പെയ്ത് ഇല പോകും, വീണ്ടും ഇല വരും. അങ്ങനെ ഇത് 2-3 പ്രാവശ്യം ഈ പ്രതിഭാസം നടക്കുമ്പോഴാണ് ഇല ഒന്ന് വരുന്നത്. കഴിഞ്ഞ വർഷത്തെ ഒരു അനുഭവം ഇതായിരുന്നു. ചില മരങ്ങൾ 3 പ്രാവശ്യം വീണ്ടും ഇതേപോലെ ആകുമ്പോഴത്തേക്ക് മരങ്ങൾ ഉണങ്ങിപ്പോവാനുള്ള കാരണം ആകുന്നുണ്ട്. ഇപ്പോൾ ഇല കൊഴിയുന്ന സമയത്ത് കർഷകർക്കെല്ലാം നല്ല പാലുൽപാദനം കൂടുതലായതുകൊണ്ട് പലരും ഇപ്പോൾ ടാപ്പിംഗ് നിർത്തുന്നില്ല. തന്നെയല്ല, നല്ല വിലയുമുണ്ട്. അപ്പോൾ ഇനി അടുത്ത ഇല തളുക്കുന്ന സമയത്തായിരിക്കും ഇനി ടാപ്പിംഗ് നിർത്തുന്നത്. അപ്പോൾ ഇല തളുക്കുന്ന സമയത്ത് ഇല നിർമ്മാണത്തിന് വേണ്ടിയിട്ട് പാല് മുകളിലോട്ട് വലിക്കും. അപ്പോൾ നമുക്ക് ചിരട്ടയിലോട്ട് പാല് കിട്ടുകയില്ല. അപ്പോൾ ആ സന്ദർഭത്തിലായിരിക്കും കൂടുതലായിട്ടും ടാപ്പിംഗ് നിർത്തുന്നത്. ഇപ്പോൾ ഇല കൊഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് കൂടുതൽ ചൂട് പട്ടയിലോട്ട് അടിക്കുന്നത്. ഇപ്പോഴാണ് നമ്മൾ ചൈനാക്കളെ പുരട്ടി കൊടുക്കേണ്ടത്. അപ്പോൾ ചൈനാക്കളെ അടിക്കേണ്ട സമയം ഇപ്പോഴും തന്നെയാണ്. അപ്പോൾ ചിലർ ചോദിക്കും, ഇപ്പോൾ ചൈനാക്കളേക്ക് പകരം റബ്ബർ കോട്ട് അടിച്ചാൽ മതിയോ എന്ന് ചോദിക്കും. പക്ഷേ ഇപ്പോൾ റബ്ബർ കോട്ടല്ല അടിക്കേണ്ടത്, മഴക്കാലത്താണ് റബ്ബർ കോട്ട് പട്ട സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ തേച്ച് കൊടുക്കേണ്ടത് ചൈനാക്കളെ തന്നെയാണ്. അപ്പോൾ നമുക്ക് പട്ടയ്ക്ക് നല്ല തണുപ്പും കിട്ടും. അപ്പോൾ ചൈനാക്കളെ അടിക്കുമ്പോൾ പശയ്ക്ക് വേണ്ടിയിട്ട് ചിലർ മൈദാമാവ് ചേർക്കുന്ന ഒരു രീതിയുണ്ട്. അതൊരിക്കലും അങ്ങനെ ചെയ്ത് കൊടുക്കരുത്. മൈദാമാവ് എന്ന് പറയുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ്. അപ്പോൾ അത് മരത്തെ തേച്ച് കഴിയുമ്പോൾ അത് ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് അത് പുഴുവാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് പുഴുവായി കഴിയുമ്പോഴത്തേക്ക് എവിടെങ്കിലും തടി തെളിഞ്ഞിരിപ്പുണ്ടെങ്കിൽ അതിൽ കൂടെ പുഴു അകത്ത് കയറി ഈ മരം പൂർണ്ണമായിട്ട് നശിച്ചു പോകാൻ കാരണമാവും. അപ്പോൾ അങ്ങനെ ചൈനാക്കളെ അടിക്കുന്നത് ഗുണത്തേക്കാളേറെ ദോഷമാണ്. ഇല കൊഴിഞ്ഞുപോയ തോട്ടങ്ങളാണെങ്കിൽ നമുക്ക് റബ്ബർ വെട്ട് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ 430 മരങ്ങളൊക്കെ ആണെങ്കിൽ അവയ്ക്ക് ഈ പ്രതിരോധശേഷി കൂടുതലായതുകൊണ്ട് ആ ഇലയ്ക്കൊന്നും കേട് ചില സ്ഥലങ്ങളിൽ വന്നിട്ടില്ല. അങ്ങനെയുള്ള തോട്ടങ്ങളാണെങ്കിൽ നമ്മളിപ്പോൾ ടാപ്പിംഗ് നിർത്തേണ്ട സമയം തന്നെയാണ്. അപ്പോൾ ഇല മുറ്റിയതിന് ശേഷം മഴയൊക്കെ പെയ്തിട്ട് ഉടനെ തന്നെ നമുക്ക് ടാപ്പിംഗ് ആരംഭിക്കാവുന്നതാണ്. അപ്പോൾ ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക്, സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.